ഡക്ക് ഹണ്ടിംഗ് അമേരിക്കയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റ്സിലുമുള്ള ഒരു വിനോദം. പുഴയോട് ചേർന്ന് ചതുപ്പ് നിലങ്ങളിൽ ചെന്ന് വൈൽഡ് ഡക്സിനെ തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ഹോബി. വയസ്സുള്ള മൈക്ക് വില്യംസിന്റെയും ഇഷ്ടവിനോദമായിരുന്നു ഡക്ക് ഹണ്ടിംഗ്. വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് രാവിലെയും അതിരാവിലെ തന്നെ മൈക്ക് ഡക്ക് ഹണ്ടിങ്ങിനായി പുറപ്പെട്ടു. വൈകിട്ട് തിരികെ എത്തി വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞാണ് മൈക്ക് പോയതെങ്കിലും മൈക്ക് അറിഞ്ഞിരുന്നില്ല 17 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു ആ ഡക്ക് ഹണ്ടിംഗ് ട്രിപ്പ് എന്നുള്ളത്. ഹ്യൂമാനിറ്റിയുടെ ഡാർക്ക് സൈഡിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് മൈക്ക് വില്യംസിന്റെ ഈ കേസ്. ബ്രാഡ്ഫോർഡ്വിൽ, ഫ്ലോറിഡ. ഒരു ചെറിയ ട്രെയിലറിലാണ് ജെറി വില്യംസും അയാളുടെ ഭാര്യ ഷെറിൽ വില്യംസും അവരുടെ 2 ആൺകുട്ടികളും താമസിച്ചിരുന്നത്. മൂത്ത മകൻ നിക്ക്, രണ്ടാമത്തെ മകൻ മൈക്ക് വില്യംസ്. ഗ്രേഹണ്ട് ബസ് ഡ്രൈവറായിരുന്ന ജെറി വളരെ ബുദ്ധിമുട്ടിയാണ് തന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്യുന്ന തന്റെ ഹസ്ബൻഡിനെ ഒരു ജോലിക്ക് പോയി സപ്പോർട്ട് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും തന്റെ മക്കളെ പിരിഞ്ഞിരിക്കാൻ തയ്യാറല്ലായിരുന്നു ഷെറിൽ. ഒരുപാട് ആലോചനകൾക്ക് ശേഷം ആ ട്രെയിലറിനുള്ളിൽ ഒരു ഡേ കെയർ തുടങ്ങിയാൽ വരുമാനവും അതിനോടൊപ്പം തന്നെ തന്റെ കുട്ടികൾ കൂടെയുണ്ടാവുകയും ചെയ്യുമെന്നും ഷെറിൽ മനസ്സിലാക്കി. അധികം വൈകാതെ തന്നെ ഡേ കെയർ തുടങ്ങി. അതിൽ നിന്നുള്ള ഇൻകം കിട്ടി സാമ്പത്തിക ഞെരുക്കം മാറിയെങ്കിലും അതിൽ നിന്ന് ലഭിച്ച പണം പുതിയ വീട് വാങ്ങുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്കോ അവർ ചെലവാക്കിയില്ല. ആ പാരന്റ്സിന്റെ ഏക ലക്ഷ്യം സേവ് ചെയ്യുന്ന പണം ഉപയോഗിച്ച് തന്റെ 2 മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നതായിരുന്നു. ആ പാരന്റ്സ് ആഗ്രഹിച്ചതുപോലെ തന്നെ മൈക്കിനെയും ചേട്ടൻ നിക്കിനെയും ഒരു പ്രൈവറ്റ് സ്കൂളിൽ തന്നെ ചേർത്തു. അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രമല്ല സ്പോർട്സിലും ഗെയിംസിലുമെല്ലാം തന്നെ മൈക്ക് മികച്ചു നിന്നു. സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനും ക്ലാസ് ലീഡറുമായിരുന്നു മൈക്ക്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മൈക്ക് അതേ സ്കൂളിൽ പഠിക്കുന്ന ഡെനീസ് മെറിലിനെ കാണുന്നത്. ആ സ്കൂളിലെ ഒരു ചിയർ ലീഡർ കൂടിയായിരുന്നു ഡെനീസ്. ഫുട്ബോൾ ടീം ക്യാപ്റ്റനും ചിയർ ലീഡറും. ബാക്കി ഞാൻ പറയണ്ടല്ലോ, അവർ പ്രണയത്തിലായി. ഇതേ സമയത്ത് തന്നെയാണ് 9th ഗ്രേഡ് മുതൽ മൈക്കിന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മൈക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബ്രയാൻ വിഞ്ചസ്റ്ററും ബ്രയാന്റെ ഗേൾഫ്രണ്ട് കാത്തിയും ഇഷ്ടത്തിലാവുന്നതും. ആ 4 പേരും പിന്നീട് ഒരുമിച്ചായിരുന്നു എവിടെയും പോയിരുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഡക്ക് ഹണ്ടിംഗ് മൈക്കിന്റെ പ്രിയപ്പെട്ട ഹോബിയായി മാറിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്റെ പിതാവിനോടൊപ്പമാണ് മൈക്ക് ഡക്ക് ഹണ്ടിങ്ങിന് പോയിരുന്നതെങ്കിൽ ഹൈസ്കൂൾ പഠനകാലം മുതൽക്കേ മൈക്ക് ബ്രയാനോടൊപ്പമാണ് ഡക്ക് ഹണ്ടിങ്ങിന് പോയിരുന്നത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മൈക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ജോലി ആരംഭിച്ചു. ബ്രയാൻ ഒരു ഇൻഷുറൻസ് ഏജന്റായിട്ടും ജീവിതം ആരംഭിച്ചു. 1994 മൈക്ക് തന്റെ ഹൈസ്കൂൾ സ്വീറ്റ് ഹാർട്ട് ആയിരുന്ന ഡെനീസിനെ വിവാഹം ചെയ്തു. അതേ വർഷം തന്നെയായിരുന്നു ബ്രയാനും കാത്തിയും തമ്മിലുള്ള വിവാഹം. ഒരു വർക്ക് ഹോളിക്കായിരുന്ന മൈക്ക് ഉടനെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ സ്വന്തമായി ഒരു സ്ഥാനം ഉറപ്പിച്ചു. വീക്കെൻഡുകളിൽ പോലും വർക്ക് ചെയ്തിരുന്നു മൈക്ക്. മൈക്കും ഡെനീസും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1999 അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവർ ആ കുട്ടിയെ ആൻസ്ലി എന്ന് വിളിച്ചു. It was unbelievable. I have a whole new respect for my wife and women in general and what they go through to bring a new child, new life into the world. ആൻസ്ലി ജനിക്കുന്നതിന് കുറച്ചു മുമ്പ് ബ്രയാൻ, കാത്തി ദമ്പതികൾക്കും ഒരു ആൺകുഞ്ഞ് ജനിച്ചു. മൈക്കിന്റെ മകൾ ജനിച്ച സമയത്തായിരുന്നു ജെറി വില്യംസ്, മൈക്കിന്റെ പിതാവ്, മരിക്കുന്നത്. സ്വന്തം പിതാവിന്റെ അൺഎക്സ്പെക്ടഡ് ഡെത്ത് മൈക്കിനെ ആകെ തളർത്തി. നാളെ പെട്ടെന്നൊരു ദിവസം താനും ഇങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ തന്റെ ഭാര്യയും മകളും അനാഥരാകുമെന്ന് മൈക്ക് ഭയന്നു. അഥവാ അങ്ങനെ സംഭവിച്ചാലും സാമ്പത്തികമായി അവർ ഭദ്രമായിരിക്കണമെന്ന് മൈക്ക് മനസ്സിലുറപ്പിച്ചു. മൈക്ക് ഉടനെ തന്നെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബ്രയാനുമായി ഇക്കാര്യം ഡിസ്കസ് ചെയ്തു. ബ്രയാന്റെ നിർദ്ദേശപ്രകാരം ബ്രയാന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും $1 മില്യൺ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു. ഇപ്പോൾ എടുത്ത $1 മില്യൺ പോളിസിക്ക് പുറമെ മൈക്കിന്റെ പേരിൽ വേറെയും 2 ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരുന്നു. ഏകദേശം 15 കോടി ഇന്ത്യൻ രൂപ വാല്യൂ ഉള്ളതായിരുന്നു ഈ 3 പോളിസികൾക്കും. ഡിസംബർ 16, 2000. ഡിസംബർ മാസത്തെ കൊടുന്തണുപ്പിനെ അവഗണിച്ചാണ് മൈക്ക് അന്ന് വെളുപ്പിനെ ഉറക്കമുണർന്നത്. വീക്കെൻഡ് ആയിരുന്നതുകൊണ്ട് ഡക്ക് ഹണ്ടിങ്ങിന് പോകുവാനാണ് മൈക്ക് അതിരാവിലെ തന്നെ എഴുന്നേറ്റത്. സെമിനോൾ എന്ന ലേക്ക് ആയിരുന്നു മൈക്കിന്റെ ഫേവറേറ്റ് ഹണ്ടിങ് സ്പോട്ട്. മൈക്കിന്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ്. ഉച്ചയ്ക്ക് മുമ്പേ ഹണ്ടിങ് അവസാനിപ്പിച്ച് മടങ്ങി വരാമെന്ന് പ്ലാൻ ചെയ്ത് മൈക്ക് ഉറങ്ങിക്കിടക്കുന്ന തന്റെ 1 വയസ്സുകാരി മകളുടെ നെറുകിൽ ചുംബിച്ച് ആ വീട്ടിൽ നിന്നും യാത്രയായി. സമയം ഒരുപാട് കടന്നുപോയി. ഡെനീസ് തന്റെ ഹസ്ബൻഡിനു വേണ്ടി കാത്തിരുന്നു. കാരണം ഇന്നാണ് ഡെനീസിന്റെയും മൈക്കിന്റെയും 6th വെഡിങ് ആനിവേഴ്സറി. പക്ഷേ മൈക്ക് തിരികെ വരുമെന്ന് പറഞ്ഞ സമയമായിട്ട് മൈക്കിനെ കാണാതായതോടുകൂടി ഡെനീസ് തന്റെ പിതാവിനെ ഫോൺ ചെയ്ത് മൈക്ക് ഇതുവരെയും തിരികെ എത്തിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ വിവരം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ബ്രയാനോടും വിളിച്ചു പറയുന്നു. ബ്രയാൻ ഡെനീസിന്റെ പിതാവുമായി മൈക്കിനെ തിരയുന്നതിനായി സെമിനോൾ ലേക്കിലേക്ക് പുറപ്പെട്ടു.
ഫ്ലോറിഡ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേറ്റീവ് കമ്മീഷൻ എന്ന ഗവൺമെന്റ് ഏജൻസിയും മൈക്കിനെ തിരയുവാൻ അവരോടൊപ്പം ചേരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മൈക്ക് സഞ്ചരിച്ച ഫോർട്ട് ബ്രോങ്കോ എന്ന കാർ ഒരു മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. ലേക്ക് സെമിനോൾ 30,000 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്ന ഒരു നദിയായതിനാൽ നടന്നുകൊണ്ട് തെരച്ചിൽ നടത്തുക എന്നത് പ്രയാസമായിരുന്നു. എന്നാൽ ഒരു ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ അവർ ആ ബുദ്ധിമുട്ടി മറികടന്ന് തെരച്ചിൽ തുടർന്നു. 9 മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മൈക്കിന്റെ ചെറിയ ബോട്ട് അവർ കണ്ടെടുത്തു. മൈക്കിന്റെ ഷോട്ട് ഗണ്ണും ലൈഫ് ജാക്കറ്റും ഇപ്പോഴും ആ ബോട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഷോട്ട് ഗൺ അത് സൂക്ഷിക്കുന്ന ബാഗിൽ നിന്നും പുറത്തെടുക്കാത്ത നിലയിലായിരുന്നു. മൈക്ക് ഹണ്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗൺ ആ ബാഗിൽ നിന്നും പുറത്തെടുക്കേണ്ടതായിരുന്നു. പക്ഷേ മൈക്ക് ആ ഷോട്ട് ഗൺ അന്നേ ദിവസം ഉപയോഗിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ആ നദിയിൽ ഒരുപാട് മരക്കുറ്റികൾ പൊങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്ത് നിന്നുമാണ് മൈക്കിന്റെ ബോട്ട് കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ തിയറി ബോട്ടിന്റെ എഞ്ചിന്റെ പ്രൊപ്പല്ലർ ആ മരക്കുറ്റികളിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് മൈക്ക് ആ നദിയിലേക്ക് വീണിട്ടുണ്ടാകുമെന്നും കാലിൽ ധരിച്ചിട്ടുള്ള വലിയ റബ്ബർ ബൂട്ടുകളിൽ വെള്ളം നിറഞ്ഞ് നീന്തുവാൻ കഴിയാതെ ആ നദിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ടാകുമെന്നുമാണ്. ഒരുപാട് നേരം സെർച്ച് ചെയ്തിട്ടും മൈക്കിനെ കണ്ടെത്തുവാൻ അവർക്കായില്ല. രാത്രി മൈക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തി അന്വേഷണ സംഘം അവിടെ നിന്നും മടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ വീണ്ടും മൈക്കിന് വേണ്ടിയുള്ള അന്വേഷണം തുടർന്ന ആ അന്വേഷണ സംഘം മൈക്കിന്റെ ബോട്ടിലെ ഫ്യൂവൽ ടാങ്ക് പരിശോധിച്ചു. ഫ്യൂവൽ ടാങ്കിലെ ഇന്ധനത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ധനം ഇപ്പോഴും ഫുൾ ടാങ്ക് ആയിട്ട് തന്നെയാണ് കാണപ്പെട്ടത്. അതിൽ നിന്നും ആ ബോട്ട് അന്നേ ദിവസം പ്രവർത്തിച്ചിരുന്നില്ല എന്ന് ആ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. അതുറപ്പിക്കാനായി അവർ ആ ബോട്ടിന്റെ എഞ്ചിനിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രൊപ്പല്ലർ സൂക്ഷ്മമായി പരിശോധിച്ചു. മരക്കുറ്റിയിൽ ഏതെങ്കിലും രീതിയിൽ ആ പ്രൊപ്പല്ലർ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ മരക്കുറ്റിയുടെ അവശിഷ്ടങ്ങൾ ആ പ്രൊപ്പല്ലറിൽ നിന്നും കണ്ടെടുക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ആ പ്രൊപ്പല്ലറിൽ നിന്നും അങ്ങനെയുള്ള യാതൊരു തെളിവുകളും ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല. മൈക്ക് മിസ്സിംഗ് ആയതിന് 10 ദിവസങ്ങൾക്ക് ശേഷം മൈക്കിന് വേണ്ടി തെരച്ചിൽ നടത്തിയ അതേ സ്ഥലത്ത് ആ നദിയിൽ ഒരു തൊപ്പി പ്രത്യക്ഷപ്പെട്ടു. ആ തൊപ്പി തിരിച്ചറിഞ്ഞ ബ്രയാൻ അത് മൈക്കിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു. സെമിനോൾ നദിയുടെ പരിസരത്ത് മൈക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അവർ മൈക്കിന് വേണ്ടിയുള്ള സെർച്ച് കണ്ടിന്യൂ ചെയ്തെങ്കിലും മൈക്കിനെ കുറിച്ചുള്ള യാതൊരു സൂചനയും അവർക്ക് ലഭിച്ചില്ല. ഫെബ്രുവരി 2001, അതായത് മൈക്ക് മിസ്സിംഗ് ആയതിന് 2 മാസങ്ങൾക്ക് ശേഷം മൈക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഈ സെർച്ചിന്റെ ഭാഗമായ ഒരു പ്രൈവറ്റ് സെർച്ച് ടീമിന്റെ തിയറി ആ നദിയിലേക്ക് വീണ മൈക്കിനെ ആ നദിയിലെ മുതലകൾ ഭക്ഷിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ്. ഒരുപാട് മുതലകളുള്ള നദിയാണെങ്കിൽ കൂടിയും ആ തിയറി അധികമാരും വിശ്വസിച്ചിരുന്നില്ല. അതിന് കാരണം മുതലകൾ കോൾഡ് ടെമ്പറേച്ചറിൽ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നതാണ്. ബ്രൂമേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം മുതലകൾ അടങ്ങിയ റെപ്റ്റൈൽ ഫാമിലിയുടെ സവിശേഷതയാണ്. മുതലകൾ നിറഞ്ഞ നദിയിൽ ഡക്ക് ഹണ്ടിങ്ങിനായി പോയിരുന്ന തന്റെ മകനെ മുതല ആക്രമിക്കുമെന്നുള്ള ഭയം ഷെറിൽ ഇതിനു മുൻപേ മൈക്കിനോട് പങ്കുവച്ചിട്ടുണ്ട്. അന്ന് മൈക്ക് ഷെറിലിനോട് പറഞ്ഞത് വെള്ളം തണുത്തിരിക്കുമ്പോൾ മുതലകൾ ഉറക്കമായിരിക്കുമെന്നും വെള്ളം തണുത്തിരിക്കുമ്പോൾ മാത്രമേ താൻ ഡക്ക് ഹണ്ടിങ്ങിന് പോകാറുള്ളൂ എന്നുമായിരുന്നു. തന്റെ അമ്മയെ സമാധാനിപ്പിക്കാനായിട്ടാണ് മൈക്ക് പണ്ട് ഇത് ഷെറിലിനോട് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞത് വസ്തുതയായിരുന്നു. ഇനിയിപ്പോൾ സെമിനോൾ നദിയിലെ മുതലകൾ മൈക്കിനെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും അവശേഷിപ്പുകൾ ഇതിനോടകം തന്നെ കണ്ടുകിട്ടിയാനേ എന്നും ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിന് കാരണം ഇതിനു മുമ്പ് ആ നദിയിൽ വീണു മരിച്ച 80 പേരുടെയും ഡെഡ് ബോഡികൾ പൂർണ്ണമായോ ഭാഗികമായോ റിക്കവറി ചെയ്തിരുന്നു എന്നതാണ്. ജൂൺ 2, 2001. മൈക്ക് മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ 6 മാസം. ഡക്ക് ഹണ്ടിങ്ങിന് പോകുമ്പോൾ മൈക്ക് കാലിൽ ധരിക്കാറുള്ള റബ്ബർ ബൂട്ട്സ് സെമിനോൾ നദിയിൽ ഒഴുകി നടക്കുന്ന നിലയ്ക്ക് കണ്ടുകിട്ടി. അതിന് 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു ജാക്കറ്റും സെമിനോളിൽ ഒഴുകി നടന്നു. ആ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്നും മൈക്കിന്റെ ഹണ്ടിംഗ് ലൈസൻസ് ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഈ സമയം ഡെനീസ് മൈക്ക് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. പുതിയതായി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ഡെനീസിന് ഒരു സർട്ടിഫിക്കറ്റ് കൈമാറി. മൈക്ക് വില്യംസ് എന്ന 31-കാരന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. മൈക്കിന്റെ ലൈഫ് ഇൻഷുറൻസ് നോമിനിയായ ഡെനീസ് ആ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ ഉടനെ തന്നെ മൈക്കിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക മുഴുവൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. മൈക്കിന്റെ കേസ് അന്വേഷിച്ചിരുന്ന ഫ്ലോറിഡ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ എൻഫോഴ്സ്മെന്റ് അഥവാ FDLE ആ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മൈക്കിന്റെ മരണം വെള്ളത്തിൽ മുങ്ങിയാണെന്ന് സ്ഥിരീകരിച്ച് ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ബ്രയാനിലൂടെയാണ് ഷെറിൽ തന്റെ മകന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിയുന്നത്. ഇത്രയും പെട്ടെന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല അല്ലേ എന്ന ബ്രയാന്റെ ചോദ്യത്തിന് ഷെറിലിന്റെ മറുപടി തനിക്ക് അത്ഭുതം തോന്നുന്നത് ആ നദിയിൽ പ്രത്യക്ഷപ്പെടുന്ന തെളിവുകളെക്കുറിച്ചോർത്താണ് എന്നായിരുന്നു.
മൈക്കിന്റെ ആ റബ്ബർ ബൂട്ട്സ് ആരോ മനഃപൂർവ്വം തന്നെ അവിടെ കൊണ്ടിട്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചു ഷെറിൽ. എ പ്ലാന്റഡ് എവിഡൻസ്. നദിയിൽ നിന്ന് ലഭിച്ച മൈക്കിന്റെ ബൂട്ട്സും ലൈസൻസും ജാക്കറ്റും പരിശോധിച്ച ഫ്ലോറിഡ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് കമ്മീഷനും ഇടയ്ക്ക് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്ന ഈ തെളിവുകൾ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത്. അതിന് കാരണം മൈക്ക് മിസ്സിംഗ് ആയിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ആ റബ്ബർ ബൂട്ട്സ് സെമിനോളിൽ നിന്നും കണ്ടുകിട്ടിയതെങ്കിലും ആ ബൂട്ട്സിൽ പായലിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്രയും നാളും ആ നദിയിൽ കിടന്ന റബ്ബർ ബൂട്ട്സ് കൈകൊണ്ടെടുക്കാൻ തന്നെ പറ്റാതെ പായലാൽ മൂടപ്പെട്ടിട്ടുണ്ടാകും. ഇത് തന്നെയായിരിക്കും ജാക്കറ്റിന്റെയും ഹണ്ടിംഗ് ലൈസൻസിന്റെയും അവസ്ഥ. കൂടാതെ മുതലകൾ ഭക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് തിയറി മുൻനിർത്തിയാലും മുതലകൾ ആക്രമിച്ചതിന്റെ കേടുപാടുകളും ആ വസ്തുക്കളിലൊന്നും തന്നെ പ്രകടമായിരുന്നില്ല. എന്നിരുന്നാലും ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ തളർന്നിരുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് മൈക്ക് വില്യംസിന്റേത് ഒരു കോൾഡ് കേസായി എഴുതിത്തള്ളി. പക്ഷേ ഒരിക്കലും തളർന്നു പോകാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. മൈക്കിന്റെ അമ്മ ഷെറിൽ വില്യംസ്. തന്റെ മകനെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ റെസ്റ്റ് ചെയ്യില്ല എന്ന ശബ്ദവുമായി ഷെറിൽ അതിനുവേണ്ടി പ്രയത്നിച്ചു. ഗവൺമെന്റ് മൈക്കിനെ ലീഗലി മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ആ കേസ് ക്ലോസ് ചെയ്തിട്ടും ഷെറിൽ വില്യംസ് എന്ന ആ വൃദ്ധ തന്റെ മകന്റെ ഫോട്ടോ പതിച്ച മകനെ കാണാനില്ല എന്ന ബോർഡുകളുമായി ആളുകൾ കൂടുന്ന എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു. റോഡിലെ വലിയ ഹോർഡിങ്ങുകളിൽ പിന്നീട് ഇതൊരു പരസ്യമായി തന്നെ നൽകി. ചെറിയ പോസ്റ്ററുകൾ ഷെറിൽ തന്റെ കയ്യെത്തുന്ന എല്ലായിടത്തും ഒറ്റയ്ക്ക് നടന്ന് പതിച്ചു. ഷെറിൽ തന്റെ ശപഥം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുകയായിരുന്നു. അവർ പിന്നീട് വിശ്രമിച്ചില്ല. ഈ ബോർഡുകളുമായി ഷെറിൽ പള്ളികളുടെ മുന്നിലും പോലീസ് സ്റ്റേഷന്റെ മുന്നിലും ഒറ്റയ്ക്ക് പോയി നിന്നു. ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ ഇത് കാണുമെന്നും തന്റെ മകന്റെ കേസ് റീഓപ്പൺ ചെയ്യുമെന്നുമുള്ള ശുഭപ്രതീക്ഷയിൽ ഷെറിൽ ഇത് തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ മൈക്കിനെ മുതലകൾ ഭക്ഷിച്ചതാണെന്നും ഇനി ആ കേസ് റീഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല എന്നുമായിരുന്നു പോലീസ് ഓഫീസേഴ്സ് ഷെറിലിനോട് മറുപടിയായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഷെറിൽ തന്റെ മകനു വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. ഷെറിലിന്റെ ആ ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടു. 2004 ഫെബ്രുവരിയിൽ മൈക്കിന്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പുതിയ ലീഡൊന്നും കിട്ടാതെയാണ് ആ കേസ് റീഓപ്പൺ ചെയ്തതെങ്കിലും ആ കേസ് ഫയൽ പരിശോധിക്കുന്നതിനിടയിൽ ഒരു പേര് മാത്രം ആ കേസിനെ സംബന്ധിച്ച എല്ലാ പ്രധാന സ്ഥലങ്ങളിലും തെളിഞ്ഞു നിന്നു. ആ പേര് ബ്രയാൻ വിൻചെസ്റ്റർ എന്നായിരുന്നു. മൈക്കിന്റെ മിസ്സിംഗ് കേസിലെ എല്ലാ ഇമ്പോർട്ടന്റ് സെനാരിയോസിലും ബ്രയാന്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞു. മൈക്ക് മിസ്സിംഗ് ആയ ദിവസം നടത്തിയ സെർച്ചിങ്ങിൽ ഒരുപാട് പേര് പങ്കെടുത്തെങ്കിലും മൈക്ക് ഉപയോഗിച്ച ബോട്ട് കണ്ടെടുത്തത് ബ്രയാനായിരുന്നു. മൈക്കിന്റെ തൊപ്പി തിരിച്ചറിഞ്ഞതും ബ്രയാൻ തന്നെ. ഇതിലുപരി മൈക്ക് മിസ്സിംഗ് ആകുന്നതിന് ഏതാനും മാസം മുമ്പെടുത്ത ലൈഫ് ഇൻഷുറൻസ് പോളിസി നൽകിയതും ബ്രയാനായിരുന്നു. മൈക്കിന്റെ തിരോധാനത്തിന് 1 വർഷത്തിനു ശേഷം ബ്രയാനും കാത്തിയുമായി വേർപെട്ടാണ് ജീവിച്ചിരുന്നത്. 2003 ഇരുവരും ഡിവോഴ്സ് ആകുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്രയാനിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീക്കി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ സംശയം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് കാര്യങ്ങൾ സംഭവിച്ചത്. 2005 ബ്രയാൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് മൈക്കിന്റെ ഭാര്യയായിരുന്ന ഡെനീസിനെ വിവാഹം ചെയ്തു. വിവാഹത്തിനു ശേഷം മൈക്കിന്റെ വീട്ടിലേക്ക് ബ്രയാൻ താമസവും മാറി. വളരെ ഞെട്ടലോടെയാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഈ വാർത്ത കേട്ടത്. എന്നാൽ കുറച്ചു പേർക്ക് ബ്രയാനും ഡെനീസും തമ്മിലുള്ള ഈ അഫെയറിനെ കുറിച്ച് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഇൻഷുറൻസ് പോളിസി എടുത്ത ഉടനെയുള്ള മൈക്കിന്റെ മിസ്സിംഗ്, അതിനുശേഷം നോമിനിയായ ഭാര്യ ആ ഇൻഷുറൻസ് തുക മുഴുവനും സ്വന്തം പേരിലേക്ക് മാറ്റുന്നു. അധികം താമസിക്കാതെ തന്നെ ഇൻഷുറൻസ് നൽകിയ ആളുമായി അവരുടെ വിവാഹവും. ആ കപ്പിൾസ് പോലീസിന്റെ സംശയനിഴലിലാവാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ അധികമായിരുന്നു. പക്ഷേ സംശയത്തിന്റെ ആനുകൂല്യം മാത്രം ഉപയോഗിച്ച ഒരു സെർച്ച് വാറന്റോ ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നതിനോ നിയമവ്യവസ്ഥയിൽ സാധ്യതയില്ലാത്തതുകൊണ്ട് പോലീസിന് നിസ്സഹായരായി നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. റീഓപ്പൺ ചെയ്ത മൈക്ക് വില്യംസിന്റെ കേസ് വീണ്ടും ഒരു ഡെഡ് എൻഡിൽ വന്നു നിന്നു. കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ലീഡൊന്നുമില്ലാതെ 2006 ആ കേസ് പോലീസ് വീണ്ടും അവസാനിപ്പിച്ചു. പിന്നീട് ഈ കേസിനെ സംബന്ധിച്ച് ഷെറിൽ വില്യംസ് നടത്തിയ കോളുകൾക്കൊന്നും തന്നെ മറുപടി പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ല. മൈക്ക് വില്യംസിൻ്റേത് ഒരു ക്ലോസ്ഡ് കേസായി ഫയലിൽ ഒതുങ്ങിയിരുന്നെങ്കിലും അത് പൂർണ്ണമായി എഴുതിത്തള്ളാൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയിരുന്നില്ല. ബ്രയാനും ഡെനീസും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ കേസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടുമെന്ന് തന്നെയായിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിരുന്നത്. വർഷങ്ങൾ പലത് കടന്നുപോയി. മൈക്ക് വില്യംസിന്റെ മിസ്സിംഗ് കേസ് ക്ലോസ് ചെയ്ത 6 വർഷങ്ങൾക്ക് ശേഷം, അതായത് മൈക്ക് വില്യംസ് മിസ്സിംഗ് ആയതിന് 12 വർഷങ്ങൾക്ക് ശേഷവും ഷെറിൽ വില്യംസ് അവരുടെ മകന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ഉത്തരം തേടിയുള്ള യാത്ര അവസാനിപ്പിക്കുവാൻ തയ്യാറല്ലായിരുന്നു. തന്റെ മകന്റെ കോൾഡ് കേസ് റീഓപ്പൺ ചെയ്യിക്കുവാനുള്ള പുതിയ പദ്ധതികളുമായി ഷെറിൽ വില്യംസ് എന്ന വൃദ്ധ മുന്നോട്ട് നീങ്ങി. 2012 ജാനുവരി 1 മുതൽ ഷെറിൽ വില്യംസ് ആ സ്റ്റേറ്റിലെ ഗവർണർക്ക് ഒരു ദിവസം 1 ലെറ്റർ എന്ന രീതിയിൽ കത്തുകൾ എഴുതാൻ തുടങ്ങി.
ആ കത്തുകളിലൂടെ ഷെറിൽ വില്യംസ് റിക്വസ്റ്റ് ചെയ്തത് തന്റെ മകന്റെ മിസ്സിംഗ് കേസ് റീഓപ്പൺ ചെയ്യണമെന്നും ആ കേസിന്റെ പ്രീവിയസ് പ്രോസിക്യൂഷൻ ടീമിനെയും അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ഹയർ അതോറിറ്റിക്കും കൈമാറണമെന്നുമായിരുന്നു. ഇതേ ഉള്ളടക്കത്തോടെ നൂറുകണക്കിന് ലെറ്ററുകൾ അയച്ചെങ്കിലും കത്തുകൾക്ക് യാതൊരു വിധത്തിലുള്ള മറുപടിയും ഷെറിലിന് ലഭിച്ചില്ല. എന്നാൽ ഷെറിൽ അയക്കുന്ന ഒരൊറ്റ കത്ത് പോലും ഗവർണർ വായിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ആ കത്തുകൾ തുറന്നു പോലും നോക്കാതെ FDLE അഥവാ ഫ്ലോറിഡ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ എൻഫോഴ്സ്മെന്റിലേക്ക് ഗവർണറിന്റെ ഓഫീസിൽ നിന്നും ഫോർവേഡ് ചെയ്യുകയായിരുന്നു പതിവ്. അങ്ങനെ ഗവർണർ വായിക്കാനായി ഷെറിൽ വില്യംസ് എഴുതിയ ആ ഓരോ കത്തും അവസാനം എത്തിപ്പെട്ടത് മൈക്ക് വില്യംസിന്റെ ക്ലോസ്ഡ് കേസ് ഫയലിന്റെ ബോക്സിലുമായിരുന്നു. വൈകിയാണെങ്കിലും ഈ വിവരമറിഞ്ഞ ഷെറിൽ വില്യംസിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മൈക്ക് വില്യംസിന്റെ മിസ്സിംഗ് കേസിൽ കാര്യമായി പുരോഗതിയൊന്നും ഉണ്ടായില്ലെങ്കിലും 2012 ബ്രയാന്റെയും ഡെനീസിന്റെയും ജീവിതം ഒരു ഡെഡ് എൻഡിലെത്തി നിന്നു. അവർ രണ്ടുപേരും ആ വർഷം മുതൽ വേർപിരിഞ്ഞാണ് ജീവിച്ചത്. 3 വർഷങ്ങൾക്ക് ശേഷം 2015 ഡെനീസ് ഡിവോഴ്സ് ഫയൽ ചെയ്തു. എന്നാൽ ബ്രയാൻ ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഏതു രീതിയിലും എതിർക്കാൻ തീരുമാനിച്ചു. ഈ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും ബ്രയാൻ ഡെനീസിന് ചെയ്തെങ്കിലും ഡെനീസ് അവരുടെ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചുനിന്നു. ഓഗസ്റ്റ് 5, 2016 ഡിവോഴ്സ് ഫയൽ ചെയ്ത് 1 വർഷത്തിനു ശേഷം ഒരു പാർക്കിംഗ് ലോട്ടിൽ തന്റെ കാറിലിരുന്ന് കോൾ ചെയ്യുകയായിരുന്നു ഡെനീസ്. പെട്ടെന്നാണ് തന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരാളുണ്ടെന്ന് ഡെനീസിനെ മനസ്സിലാകുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അത് ബ്രയാൻ ആയിരുന്നു. ബാക്ക് സീറ്റിലിരുന്ന് ബ്രയാൻ തന്റെ കയ്യിലുള്ള തോക്ക് ഡെനീസിന് നേർക്ക് ചൂണ്ടി കാർ അവിടെ നിന്നും എടുക്കാൻ പറയുന്നു. ഡെനീസ് ഗൺ പോയിന്റിലിരുന്ന് ആ കാർ അവിടെ നിന്ന് എടുത്തെങ്കിലും ബ്രയാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകാതെ ആളുകളുള്ള ഒരു ഷോപ്പിലെ പാർക്കിംഗ് ലോട്ടിലാണ് ആ കാർ കൊണ്ടുപോയി നിർത്തിയത്. ഡെനീസ് പാനിക്കാകാതെ വളരെ ശാന്തമായി തന്നെ ബ്രയാനോട് സംസാരിക്കുന്നു. കൊടുത്ത ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിച്ച് പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കാമെന്നും ബ്രയാന് വാക്ക് കൊടുക്കുന്നു. ഇത് കേട്ട് ശാന്തനായ ബ്രയാനെ ഡെനീസ് അതേ കാറിൽ തന്നെ ബ്രയാന്റെ ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യാനായി പോകുന്നു. ഡ്രോപ്പ് ലൊക്കേഷനിലെത്തി ഡെനീസിന്റെ കാറിൽ നിന്നും ഇറങ്ങിയ ബ്രയാൻ ആ കാറിന്റെ പിൻസീറ്റിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പുറത്തേക്കെടുക്കുന്നത് ഡെനീസ് ശ്രദ്ധിക്കുന്നു. കുറച്ച് വലിയ ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ പാക്ക് ബ്ലീച്ച്, പിന്നെ കുറച്ച് മൂർച്ചയേറിയ ടൂൾസുകളുമായിരുന്നു ബ്രയാൻ കയ്യിൽ കരുതിയിരുന്നത് എന്ന് ഡെനീസിന് മനസ്സിലായി. തോക്ക് ചൂണ്ടി ഡെനീസിനെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യരുതെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ബ്രയാൻ അവിടെ നിന്നും പോകുന്നു. എന്നാൽ ബ്രയാന്റെ ട്രക്ക് ഡെനീസിന്റെ കാഴ്ചയുടെ പരിധിയിൽ നിന്നും മായ്ഞ്ഞ ആ നിമിഷം തന്നെ ഡെനീസ് നേരെ പോയത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് തന്റെ എക്സ് ഹസ്ബൻഡ് ഒരു ഗൺ പോയിന്റിൽ നിർത്തി തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഡെനീസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ ആ പോലീസ് ഓഫീസർ മൈക്കിന്റെ മിസ്സിംഗ് കേസിനെ കുറിച്ച് പരോക്ഷമായി ഡെനീസിനെ ധരിപ്പിച്ചുകൊണ്ടിരുന്നു. ഡെനീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബ്രയാനെ അറസ്റ്റ് ചെയ്യുമെന്നും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡെനീസിനോട് പറഞ്ഞു. ഇപ്പോഴും ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥൻ ഡെനീസിനോട് ചോദിച്ചത്. എന്നാൽ അത് ആ ഉദ്യോഗസ്ഥന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. ഡെനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്രയാനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ദേഷ്യത്തിൽ മൈക്കിന് സംഭവിച്ചതിൽ ഡെനീസിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അത് ബ്രയാൻ ഒരു പക്ഷേ കൺഫസ് ചെയ്തേക്കാം എന്നാണ് ആ ഓഫീസർ ആ ചോദ്യത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. When Brian is arrested, starts talking about the past. Way in the past. And I don't know. I have no idea what he's going to say. Yeah. No idea. No. What if he starts talking about the it. disappearance of Mike? I'm comfortable talking about this right now. പക്ഷേ ഡെനീസ് ബ്രയാനെതിരെ കൊടുത്ത കിഡ്നാപ്പിംഗ് കംപ്ലൈന്റിൽ ഉറച്ചുനിന്നു. അങ്ങനെ ഡെനീസിന്റെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ എക്സ് ഹസ്ബൻഡ് ബ്രയാൻ വിഞ്ചെസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കിഡ്നാപ്പിംഗ്, ഡൊമസ്റ്റിക് അസോൾട്ട്, ആംഡ് ബർഗ്ലറി എന്ന് 3 ചാർജുകളാണ് ബ്രയാന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. കസ്റ്റഡിയിലുള്ള ബ്രയാനോട് അയാളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ വളരെ സീരിയസ് സ്വഭാവമുള്ളതാണെന്നും ഡെനീസിനെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന കുറ്റം മാത്രം തെളിയിക്കപ്പെട്ടാൽ 30 വർഷം വരെ തടവ് ലഭിക്കുമെന്നും പോലീസ് ഓഫീസേഴ്സ് അറിയിച്ചു. കൂടാതെ മൈക്ക് വില്യംസിന് സംഭവിച്ചതെന്താണെന്ന് പറയുകയാണെങ്കിൽ ആ കുറ്റം എന്തു തന്നെയാണെങ്കിലും അതിൽ നിന്നും മാപ്പ് സാക്ഷിയാക്കാമെന്നും പോലീസ് ഓഫീസേഴ്സ് ബ്രയാന് ഉറപ്പു നൽകി. കിഡ്നാപ്പിംഗ് ചാർജിൽ കോടതി തന്നെ ശിക്ഷിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രയാൻ 17 വർഷത്തോളം തന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആ രഹസ്യം പോലീസ് ഓഫീസേഴ്സിന് മുന്നിൽ തുറന്നു പറയാൻ തീരുമാനിച്ചു. ആയിരത്തി 1994 മൈക്ക് വില്യംസും ഡെനീസും വിവാഹിതരായി അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതിനിടയിൽ 97 മൈക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബ്രയാനും ഡെനീസും തമ്മിലെ ബന്ധം സ്കൂൾ മേറ്റ്സ് എന്ന നിലയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് വളർന്നത്. മൈക്ക് ഇല്ലാത്ത സമയമൊക്കെയും ഡെനീസും ബ്രയാനും ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങി. ബ്രയാൻ ഡെനീസിനോട് മൈക്കുമായി ഡിവോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഡിവോഴ്സ് ചെയ്താൽ സൊസൈറ്റി അത് ഏത് രീതിയിൽ എടുക്കുമെന്നും കൂടാതെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്റെ മകളുടെ കസ്റ്റഡി തന്നിൽ നിന്നും നഷ്ടപ്പെട്ടേക്കുമെന്നും ഡെനീസ് ഭയപ്പെട്ടിരുന്നു.
ഈ അവസ്ഥയിൽ ഒരു സൊല്യൂഷനായി ഡെനീസ് സജസ്റ്റ് ചെയ്തത് മൈക്കിനെയും കാത്തിയെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു. എന്നാൽ ബ്രയാൻ തന്റെ ഭാര്യയെ കൊല ചെയ്യില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. തന്റെ മകന് അമ്മയില്ലാതെ വളരേണ്ടി വരും എന്നായിരുന്നു ബ്രയാൻ അതിന് മറുപടിയായി പറഞ്ഞത്. എന്നാൽ മൈക്കിനെ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ഡെനീസിനും ബ്രയാനും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബ്രയാനും ഡെനീസും ചേർന്ന് മൈക്കിനെ ഇല്ലാതാക്കുവാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുവാൻ തുടങ്ങി. അവർ ഒരുക്കിയ ഒരുപാട് പ്ലാനുകൾ പല കാരണങ്ങളാൽ നടക്കാതെ പോയെങ്കിലും ഡക്ക് ഹണ്ടിംഗ് എന്ന മൈക്കിന്റെ വീക്ക്നെസ് ഒരു ട്രാപ്പായി ഉപയോഗിക്കാൻ ബ്രയാൻ തീരുമാനിച്ചു. ഡിസംബർ 16, 2000 അതിശൈത്യത്തെ വകവെക്കാതെ ആ തണുത്ത പ്രഭാതത്തിൽ ബ്രയാനുമായി നേരത്തെ പറഞ്ഞുറപ്പിച്ച ഡക്ക് ഹണ്ടിംഗ് ട്രിപ്പ് നടത്തുവാനായി മൈക്ക് എഴുന്നേറ്റു. തൊട്ടരികിൽ കിടക്കുന്ന തന്റെ ഭാര്യ ഡെനീസിനെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തരുതെന്ന് കരുതി മൈക്ക് ആ കട്ടിലിൽ നിന്നും സാവധാനമാണ് എഴുന്നേറ്റത്. കണ്ണുകളടച്ചാണ് ഡെനീസ് കിടന്നിരുന്നതെങ്കിലും ഡെനീസ് തന്റെ ഉൾക്കണ്ണിൽ അപ്പോൾ ആ മുറിക്കുള്ളിൽ നടക്കുന്നതും ഏതാനും മണിക്കൂറിനുള്ളിൽ ലേക്ക് സെമിനോളിൽ സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാം വളരെ വ്യക്തമായി കണ്ടുകൊണ്ട് അനങ്ങാതെ കിടന്നു. ഹണ്ടിങ്ങിന് പോകാൻ റെഡിയായതിനു ശേഷം ഡെനീസിനെ ഉണർത്തി വൈകിട്ട് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ റെഡിയായിരിക്കാൻ പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന തന്റെ മകളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി മൈക്ക് ആ വീട് വിട്ടിറങ്ങി. വഴിയിൽ വെച്ചാണ് മൈക്കിന്റെ ആ ട്രിപ്പിലേക്ക് ബ്രയാൻ ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇരുവരും ലേക്ക് സെമിനോളിലേക്ക് എത്തിപ്പെട്ടു. മൈക്കിന്റെ ട്രക്ക് ആ നദിയുടെ അടുത്തായി പാർക്ക് ചെയ്ത് ആ ട്രക്കിനോട് ബന്ധിപ്പിച്ചു കൊണ്ടുവന്ന ചെറിയൊരു ബോട്ട് മൈക്കും ബ്രയാനും ആ നദിയിലേക്ക് ഇറക്കി. അവർ ഡക്ക് ഹണ്ടിങ്ങിനായി ആ ബോട്ടിൽ നദിയിലൂടെ മുന്നോട്ട് നീങ്ങി. നദിയുടെ ഏകദേശം ആഴം നിറഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ബ്രയാൻ മൈക്കിനോട് തന്ത്രപൂർവ്വം എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെട്ടു. മൈക്കിനെ ആ നദിയിലേക്ക് തള്ളിയിടാനായിരുന്നു ബ്രയാൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ആ നദിയിലേക്ക് വീണാൽ എത്ര നീന്തൽ അറിയുന്ന ആളാണെങ്കിലും കാലിൽ ധരിച്ചിട്ടുള്ള റബ്ബർ ബൂട്ട്സിൽ വെള്ളം നിറഞ്ഞ് ആ നദിയിൽ മുങ്ങിപ്പോകുമെന്നായിരുന്നു ബ്രയാന്റെ കണക്ക് കൂട്ടൽ. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മനസ്സിൽ തീർത്ത ട്രാപ്പിലേക്കാണ് താൻ കാൽ വെക്കുന്നതെന്നറിയാതെ മൈക്ക് ആ ബോട്ടിൽ എഴുന്നേറ്റ് നിന്നു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ബ്രയാൻ മൈക്കിനെ ആ നദിയിലേക്ക് ശക്തിയായി തള്ളിയിട്ടു. ബ്രയാന്റെ കണക്ക് കൂട്ടൽ പോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിത്താണുവെങ്കിലും മൈക്ക് തന്റെ കാലിൽ ധരിച്ചിരുന്ന റബ്ബർ ബൂട്ട്സ് അതിവേഗം തന്നെ ഊരിമാറ്റി. അതിനുശേഷം തണുപ്പകറ്റാൻ ധരിച്ച ജാക്കറ്റും. താൻ പ്ലാൻ ചെയ്തത് അത്രയും നടക്കാത്തതിന്റെ ഷോക്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുമുള്ള കൺഫ്യൂഷനിലും ബ്രയാൻ ആ ബോട്ട് മൈക്കിന്റെ ചുറ്റും ഓടിച്ചുകൊണ്ടിരുന്നു. മൈക്ക് ആ തണുത്ത നദിയിൽ നിന്നും തന്റെ ജീവൻ രക്ഷിക്കുവാൻ ആ നദിയിൽ ഉയർന്നു നിന്ന ഒരു മരക്കുറ്റി ലക്ഷ്യമാക്കി നീന്തി. ആ മരക്കുറ്റിയിൽ പിടിച്ച് ശ്വാസമെടുത്ത് നിന്നു. ബ്രയാൻ ആ ബോട്ടിലിരുന്നു കൊണ്ട് തന്നെ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് ലോഡ് ചെയ്ത് ആ ബോട്ട് മൈക്കിനടുത്തേക്ക് അടുപ്പിച്ചു. സമയമൊട്ടും പാഴാക്കാതെ തന്റെ ഉറ്റ സുഹൃത്തിന്റെ തല ലക്ഷ്യമാക്കി പോയിന്റ് ബ്ലാങ്കിൽ ബ്രയാൻ വെടിയുതിർത്തു. It was unbelievable. I have a whole new respect for my wife. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് മൈക്ക് വില്യംസ് എന്ന ആ ചെറുപ്പക്കാരന്റെ ജീവിതം അവിടെ ആ നദിയിൽ അവസാനിച്ചു. കൊലപാതകത്തിന് ശേഷം മൈക്കിന്റെ ഡെഡ് ബോഡി ബ്രയാൻ അവിടെ നിന്ന് തന്റെ കാറിൽ കയറ്റി. അതിനുശേഷം മൈക്കിന്റെ ബോട്ട് ആ നദിയിലേക്ക് തന്നെ തള്ളിവിട്ടു. പിന്നീട് നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ കാത്തിയുടെ അച്ഛനുമായി മറ്റൊരു സ്ഥലത്തേക്ക് ഹണ്ടിങ്ങിനായി പോകാൻ തുടങ്ങി. ഈ സമയത്ത് എവിടെയായിരുന്നു എന്ന് പോലീസ് ചോദിച്ചാൽ പറയുവാൻ വേണ്ടിയാണ് ബ്രയാൻ ഉടനെ തന്നെ അടുത്ത ഹണ്ടിങ് ട്രിപ്പിന് പോകാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ തന്റെ ഫാദർ ഇൻ ലോയോട് പറഞ്ഞ സമയത്ത് അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബ്രയാൻ ഉടനെ തന്നെ അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടന്നിരുന്ന വൈഫ് കാത്തിയെ ഉണർത്താതെ തന്നെ അതേ ബെഡിൽ കയറി ബ്രയാൻ ഉറക്കം നടിച്ചു കിടന്നു. ഇനി പിന്നീട് പോലീസ് ചോദിക്കുകയാണെങ്കിൽ കാത്തിയുടെ മൊഴി തന്നെ സംരക്ഷിക്കുമെന്ന് ബ്രയാൻ വിശ്വസിച്ചു. കാത്തി ഉണർന്നതിന് തൊട്ടുപുറകെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതായി അഭിനയിച്ച് ബ്രയാൻ കാത്തിയുടെ അച്ഛനെ വിളിച്ച് താൻ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ് ഹണ്ടിങ് ട്രിപ്പിന് വരാത്തതെന്ന് പറയുന്നു. അതിനുശേഷം കാറിന്റെ ട്രങ്കിനുള്ളിൽ ഒളിപ്പിച്ച മൈക്കിന്റെ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിനായി ആളൊഴിഞ്ഞൊരു പ്രദേശം തിരിഞ്ഞ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. കുറച്ചു സമയം മൈക്കിന്റെ ബോഡിയുമായി കറങ്ങിയ ശേഷം ഒരാളൊഴിഞ്ഞ ചതുപ്പ് നിലം കണ്ടുപിടിച്ച് ആ ബോഡി അവിടെ മറവ് ചെയ്യുന്നു. ഷെറിൽ വില്യംസ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ചതുപ്പ് നിലത്തേക്കുണ്ടായിരുന്നത്. ബ്രയാന്റെ ഈ തുറന്നു പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ ആ സ്ഥലത്ത് നിന്നും ഒരു സ്കെൽട്ടൻ പോലീസ് കുഴിച്ചെടുത്തു. തുടർന്ന് നടത്തിയ DNA പരിശോധനയിൽ അത് മൈക്ക് വില്യംസിന്റെ ബോഡി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ നേരത്തെ പോലീസ് നൽകിയ ഉറപ്പ് പ്രകാരം ഈ കേസിൽ ബ്രയാന് ശിക്ഷയൊന്നും ലഭിച്ചില്ല. പകരം ഡെനീസിനെ കിഡ്നാപ്പ് ചെയ്ത കേസിൽ കോടതി ബ്രയാനെ 20 വർഷത്തേക്ക് ശിക്ഷിച്ചു. മെയ് 2018 മൈക്കിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ട് പോലീസ് ഡെനീസിനെ അറസ്റ്റ് ചെയ്തു.
7 മാസങ്ങൾക്ക് ശേഷം ഡിസംബറിൽ ഈ കേസിന്റെ ട്രയൽ ആരംഭിച്ചു. പ്രോസിക്യൂഷന്റെ മെയിൻ വിറ്റ്നസ് ആയിരുന്ന ബ്രയാൻ വിഞ്ചസ്റ്റർ കോടതിയുടെ മുൻപാകെ നടന്ന കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞു. I don't remember exactly how I got him to stand up, but I don't know, but I basically stopped the boat and got him to stand up, and when he did, I pushed him into the water. What happened next? That area of the lake had a lot of snags, a lot of dead trees that come up out of the water, and there's a lot of stumps that come up out of the water. And he swam over one of those stumps and held on to it. And he was panicking, and I was panicking. He started to yell. And I didn't know how to get out of that situation. And so I had my gun in the boat. And so I loaded my gun, circling closer towards him, and he was in the water. And as I passed by, I shot him. ബ്രയാനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പ്രോസിക്യൂഷൻ പുതിയ ഒരു ഫോട്ടോ ബ്രയാനെ കാണിക്കുന്നത്. ഡെനീസും ബ്രയാന്റെ ഫസ്റ്റ് വൈഫ് കാത്തിയും തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്നതിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അത്. മൈക്ക് മരിച്ചതിന് ശേഷം ബ്രയാനും ഡെനീസും കാത്തിയും നടത്തിയ ഒരു ട്രിപ്പിനിടയിൽ ബ്രയാൻ എടുത്ത ഫോട്ടോ ആയിരുന്നു അത്. പിന്നീട് കാത്തിയെ ചോദ്യം ചെയ്തപ്പോൾ മൈക്ക് മരിക്കുന്നതിന് മുൻപ് തന്നെ മൂവരും ഒരുമിച്ച് സെക്സിൽ ഏർപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായി. ഡെനീസിനെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ഡിവോഴ്സ് ചെയ്താൽ ഒരുപക്ഷെ ഡെനീസ് മൈക്കിന്റെ കൊലപാതകം തന്റെ തലയിൽ ഒറ്റയ്ക്ക് കെട്ടിവെക്കുമെന്നുമുള്ള ഭയമുള്ളതുകൊണ്ടാണെന്നും ബ്രയാൻ കോടതിയോട് തുറന്നു പറഞ്ഞു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂറി മെമ്പേഴ്സ് ഒരേ സ്വരത്തിൽ ഡെനീസിനുമേൽ ആരോപിക്കപ്പെട്ട എല്ലാ ക്രൈമുകളിലും കുറ്റക്കാരിയാണെന്ന് വിധിച്ചു. ഡെനീസിനുമേൽ ചാർജ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ഡിഗ്രി മർഡർ എന്ന ചാർജിൽ ജീവപര്യന്തവും കോൺസ്പിറസി ഫോർ മർഡർ എന്ന ചാർജിന് 30 വർഷവുമാണ് കോടതി നൽകിയ ശിക്ഷ. ജഡ്ജ് വിധി പറയുന്നതിനു മുൻപ് ഈ കേസ് അന്വേഷിച്ച ഓഫീസേഴ്സിനും കേസ് വാദിച്ച പ്രോസിക്യൂഷനേക്കാളും ഉപരി ഈ കേസ് ഇതുവരെ എത്തിക്കാൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഒരു സ്ത്രീയുണ്ട്. വിക്ടിം ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് പറയാനായി പ്രോസിക്യൂഷൻ അവരെ കൊണ്ടുവന്നു. When I went to the lake, God told me Mike was not in Lake Seminole. He didn't drown. He didn't get eaten by alligators. I had to find him and bring him home. Judge Hankinson, for the next 17 years, I made telephone calls, put up missing person signs, and had people post on social media for me. With the help of friends, we raised money and put up billboards, asking everyone to help me find Mike. I stood on street corners waving my picket signs with pictures of Mike on them. I was cussed out by ministers for being too close to their church. I wrote 2,600 letters to the governor of Florida asking for help in finding my son. I begged Fish and Game to do a criminal investigation. They told me Mike drowned and got eaten by alligators and there was no need for an investigation. They laughed at me and called me crazy. 9 months after Mike disappeared, his wife Denise told me if I continued to seek a criminal investigation, I would lose Ansley, my granddaughter, Mike's only child. Judge Hankinson, I am a fighter, not a victim. I love Ansley, but Mike was my son. And Game and FDLE should have known that alligators are ectothermic. They don't eat in cold water. Instead of investigating, they chose to ridicule and call me crazy and tell me that I didn't do things the right way.
There is no manual to tell a mother what to do when her child goes missing. I just did what God put on my heart to do. Judge Hankinson, for the rest of my life, when I try to sleep at night, I will see my son clinging to a tree stump in Lake Seminole in the dark. എന്നാൽ 2020 നവംബറിൽ ഡെനീസ് മേൽക്കോടതിയിൽ നൽകിയ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ ഡെനീസിന് മേൽ ചാർജ് ചെയ്ത ഫസ്റ്റ് ഡിഗ്രി മർഡർ ചാർജ് നിലനിൽക്കില്ല എന്ന വിധി വന്നു. മൈക്കിനെ കൊലപ്പെടുത്താൻ ഡെനീസ് ബ്രയാനെ സഹായിച്ചത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് ആ വിധിയിൽ എഴുതിയിരുന്നത്. ബാക്കി നിലനിന്നിരുന്ന ചാർജായ കോൺസ്പിറസി ടു കമ്മിറ്റ് മർഡർ എന്ന കുറ്റത്തിന് ലഭിച്ച 30 വർഷം ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ഡെനീസ് ഇപ്പോഴും ഫ്ലോറിഡ വുമൻസ് റിസപ്ഷൻ സെന്റർ എന്ന ജയിലിൽ കഴിയുന്നു. ഫ്ലോറിഡയിലെ തന്നെ മറ്റൊരു ജയിലിലാണ് ബ്രയാനും കഴിയുന്നത്. 2034 ബ്രയാൻ പരോളിന് അർഹനാകും. ഡെനീസിന്റെയും മൈക്കിന്റെയും മകൾ ആൻസ്ലി ഇപ്പോൾ 23-കാരിയാണ്. തന്റെ അമ്മ ഒരിക്കലും ഈ ക്രൈം ചെയ്യില്ല എന്ന് ആൻസ്ലി ഉറച്ചു വിശ്വസിക്കുന്നു. ആൻസ്ലി ഇപ്പോൾ എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പോലും അറിയില്ല ഷെറിൽ വില്യംസിന്. എന്നിരുന്നാലും ഒരു നാൾ തന്റെ പേരക്കുട്ടി തന്നെ തേടി വരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ആൻസ്ലി വില്യംസ് എന്ന തന്റെ പേരക്കുട്ടിയുടെ എല്ലാ ബർത്ത്ഡേയുടെ അന്നും ന്യൂസ് പേപ്പറിൽ വാർത്ത കൊടുത്ത് ആൻസ്ലി ആ വാർത്ത കണ്ട് തന്നെ തേടി വരുമെന്നും പ്രതീക്ഷിച്ച് ഷെറിൽ വില്യംസ് ഇന്നും കാത്തിരിക്കുന്നു, മൈക്കിനെ കണ്ടെത്താൻ നടത്തിയ പ്രയാണം പോലെ. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നിരിക്കുമ്പോൾ ഷെറിൽ വില്യംസ് എന്ന ഈ സൂപ്പർ വുമൺ എല്ലാ സ്ട്രഗിൾസും മറികടന്ന് 17 വർഷം നടത്തിയ പോരാട്ടത്തിനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എനിക്കുറപ്പുണ്ട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങുവാൻ അത് ഒരുപാട് ഊർജ്ജം നൽകുമെന്ന്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്. പീസ് ഔട്ട്.